ഹലോ ചങ്ങായിമാരെ, അമീറാണ്. ഞാനിപ്പോഴത് ഹരിയാന അങ്ങാടിയിലാണ്. ഹരിയാന അങ്ങാടിയിൽ ഞാനൊരു ഫോർച്യൂണർ കാണാൻ വേണ്ടി വന്നതാണ്. 2014 4x2 ഓട്ടോമാറ്റിക് വൈറ്റ് കളറിലുള്ള ഫോർച്യൂണർ ഒരു കസ്റ്റമർ ആവശ്യപ്രകാരം വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ഞാനുള്ളത് മധുരയിലാണ് ഇപ്പോൾ ഉള്ളത്. UP മധുരയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 2014 ബാക്കിൽ കാണുന്ന 2014 തേർഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള അടിച്ചാപ്പൊളി ഫോർച്യൂണറിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി കാണാൻ വന്നതാണ്. ആൾക്ക് അയച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് എടുക്കണോ വേണ്ടതെന്നുള്ള അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ മേജറായിട്ട് മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ്മെൻ്റ് ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ റീപ്ലേസ്മെൻ്റ് ഇല്ല. അപ്പോൾ നിങ്ങളിൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി നേരിട്ട് പങ്കുവെക്കുന്നത്. 2014 4x2 ഓട്ടോമാറ്റിക് തേർഡ് ഓണർഷിപ്പിലുള്ള അടിച്ചാപ്പൊളി ഫോർച്യൂണർ, മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്മെൻറ്റ്, 2 ലക്ഷത്തിനുള്ളിൽ ഓടിയിട്ടുള്ളൂ. അതും ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഈ ഒരു വണ്ടിയാണ് 2014 കിടക്കുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ് അവിടെ പാർക്ക് ചെയ്ത്. നമ്മുടെ നാട്ടിലെ പോലെ വീടിൻ്റെ അകത്തൊന്നും ഇടാറില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമർ വീട്ടിലേക്ക് വന്നിരിക്കുന്ന വണ്ടി കാണാൻ. വണ്ടി നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ അറിയാൻ പറ്റും. 4 ടയറും പുതിയതുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടണില്ല. ഈ 14-15 മോഡലൊക്കെ വണ്ടികൾക്കൊക്കെ നമുക്ക് ചെറുതായിട്ട് ടച്ചിങ് പോളിഷൊക്കെ ചെയ്യേണ്ടി വരും. അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇവിടുന്ന് ഓടിക്കണവർക്കും ഇവിടുന്ന് ഇവിടെ വന്ന് വണ്ടി എടുത്തവർക്കൊക്കെ അറിയാൻ പറ്റും. ആ ഒരു സംഭവം തന്നെ ഇതിലുള്ളൂ. 1-2 സ്ഥലത്ത് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യണം. ഇതിൽ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണത് എനിക്ക് കാണിച്ചു തരാം. ഇങ്ങനെ കാണുന്ന ചെറിയ സ്ക്രാച്ചുകൾ നമ്മളിവിടുന്ന് എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം 99% ഒറിജിനൽ പെയിൻറ്റിലാണ് നമ്മൾ ഈ വണ്ടിയോടെ എടുക്കുന്നത്. 2014 ഇത് വക്കീലിന് തന്നെയാണ്. അപ്പോൾ മക്കളെ, നല്ല അടിച്ചാപ്പിൾ 2014 4x2 ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ബാക്കി വണ്ടി അടിച്ചാപ്പൊടി വണ്ടി, ഫുൾ ഒറിജിനൽ വണ്ടി. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്മെൻ്റ് ആവശ്യമുള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയലൊക്കെ പുതിയതാട്ടാ. പുതിയത് മീൻസ് നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഓണർഷിപ്പ് മാറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ. വണ്ടിയിലും അത്ര ക്ലീന് അത്ര മോഡൽ കുറഞ്ഞ വണ്ടിക്ക് നമുക്ക് കിട്ടാറില്ല. സാധാരണ ഒരു വണ്ടി ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഏറ്റവും ഈ ഇൻറ്റീരിയലും കാര്യങ്ങളും എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് സ്റ്റിയറിങ് കണ്ടാൽ തന്നെ അറിയാം വണ്ടി ഏകദേശം എത്ര ഓടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു വണ്ടി തന്നെയാണ്. ഞാനിത് ഡ്രൈവ് ചെയ്യാൻ പോണു. വണ്ടി സ്റ്റാർട്ടിങ്ങും ഒക്കെ ഒന്നര ലക്ഷം കിലോമീറ്ററാണ് ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. സ്റ്റാർട്ടിങ്ങും ഒക്കെ. ഇനി അടുത്തത് AC ഓക്കെ. ഡ്രൈവ് ചെയ്തിട്ട് അടുത്ത റിസൾട്ട് പറഞ്ഞുതരാം. വണ്ടിയുടെ എൻജിന് അപ്രോണ് പട്ടി പറയും നമ്മളിതിനെ. ഇതൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്രോണൊക്കെ ക്ലീനാണ്. ജെറൊന്നും കുഴപ്പമില്ല. ഓക്കെ.